സ്കൂൾ തുറക്കുന്നില്ലെങ്കിലും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സൊക്കെ വളരെ നല്ല ഭംഗിയായിട്ട് തന്നെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ആ ഓൺലൈൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പെരിമെന്റുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. 6ാം തരത്തിലെ യൂണിറ്റ് 2 മാറ്റത്തിന്റെ പൊരുൾ എന്ന പാഠത്തിലെ സയൻസ് ആട്ടോ ഇത്. മാറ്റത്തിന്റെ പൊരുൾ എന്ന പാഠത്തിലെ ഒരു എക്സ്പെരിമെന്റ് ആണിത്. അപ്പോൾ ഊർജ്ജമാറ്റം വിശദീകരിക്കാനുള്ള കുറച്ച് സാധനങ്ങൾ ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പരീക്ഷണത്തിലേക്ക് പോവാം. നമുക്ക് പ്രവൃത്തി ചെയ്യാൻ ഊർജ്ജം വേണം, അത് നമുക്ക് അറിയുന്ന കാര്യമാണല്ലോ. അപ്പോൾ നമുക്ക് ഈ പ്രവൃത്തി ചെയ്യാനുള്ള ഊർജ്ജം എവിടെ ലഭിക്കുന്നത്? ഭക്ഷണത്തിൽ നിന്ന്. അതുപോലെ ഇവിടെയുള്ള ഓരോ വസ്തുക്കൾക്കും പ്രവൃത്തി ചെയ്യാനുള്ള ഊർജ്ജം ലഭിക്കുന്നത് ഈ ബാറ്ററിയിലൂടെയും മറ്റു വസ്തുക്കളിലൂടെയുമാണ്. ഈ ബാറ്ററിയിലൂടെയുള്ള രാസോർജ്ജം എങ്ങനെയാണ് ഇതിലെത്തുന്നതെന്നും മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് ഈ പരീക്ഷണത്തിലൂടെ കാണാം. നമ്മളിവിടെ ഒരു ബാറ്ററി സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ ബാറ്ററിയിലുള്ളത് രാസവസ്തുവാണ്, അതുകൊണ്ട് തന്നെ ഇതിലുള്ളത് രാസോർജ്ജമാണ്. ഈ ബാറ്ററിയിലുള്ള രാസോർജ്ജം പുറത്തെത്തുമ്പോൾ അത് വൈദ്യുതോർജ്ജമായി മാറുന്നു. ഈ വൈദ്യുതോർജ്ജം ഈ വയറിലൂടെ ഇവിടെ എത്തുന്നു. അതായത് ഇതൊരു LED ബൾബാണ്. ഈ LED ബൾബിന്റെ ഒരു ലെഗ് നമ്മൾ ഈ റെഡ് വയറുമായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്ലാക്ക് വയർ മറ്റേ ലെഗുമായി ഘടിപ്പിച്ച് നോക്കാം. അപ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ലൈറ്റ് കിട്ടിയല്ലേ? അപ്പോൾ നമുക്കിവിടെ പ്രകാശോർജ്ജം ഉണ്ടായി. ഇത് രാസോർജ്ജം. ഇതിൽ ഈ ബാറ്ററിയിൽ നിന്ന് വയറിലേക്ക് വരുന്നത് വൈദ്യുതോർജ്ജം. ഈ വയർ നമ്മൾ ഘടിപ്പിച്ചപ്പോൾ അത് പ്രകാശോർജ്ജമായി മാറി. ഇനി അടുത്ത എക്സ്പെരിമെന്റിലേക്ക് നമുക്ക് പോവാം. ഇവിടെ ഞാൻ മറ്റൊരു ബാറ്ററിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ബസർ എന്ന് വെച്ചാൽ നമ്മൾ വണ്ടിക്കൊക്കെ ഇൻഡിക്കേറ്ററിന് സൗണ്ട് കൊടുക്കാൻ ഉപയോഗിക്കുന്നതാണ് ബസർ. അപ്പോൾ നമുക്ക് ഇത് ഘടിപ്പിച്ചു നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാറ്ററിയിൽ രാസോർജ്ജമാണുള്ളത്. ഈ ബാറ്ററിയിലെ വയറിലേക്ക് ബാറ്ററിയിലെ രാസോർജ്ജം വയറിലേക്ക് എത്തുമ്പോൾ അത് വൈദ്യുതോർജ്ജമായി മാറുന്നു. ഈ വൈദ്യുതോർജ്ജം ഈ ബസറിലേക്ക് എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ബാറ്ററിൻ്റെ ബ്ലാക്ക് വയറും ഇതിൻ്റെ ബ്ലാക്ക് വയറും നമുക്കൊന്ന് ഒരുമിച്ച് വെക്കാം, ഘടിപ്പിക്കാം. ഇനി ഈ യെല്ലോ വയറും റെഡ് വയറും ഒന്ന് ഘടിപ്പിച്ച് നോക്കാം നമുക്ക്. ഇപ്പോൾ ഒരു ശബ്ദം കേട്ടില്ലേ? അങ്ങനെ ശബ്ദം ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ശബ്ദോർജ്ജം എന്ന് പറയുന്നത്. ശബ്ദോർജ്ജം. അപ്പോൾ നമ്മൾ ഇവിടെ രാസോർജ്ജം പഠിച്ചു, വൈദ്യുതോർജ്ജം പഠിച്ചു, ശബ്ദോർജ്ജവും പഠിച്ചു. മറ്റേതിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? രാസോർജ്ജം, വൈദ്യുതോർജ്ജം, പ്രകാശോർജ്ജം. ഇനി നമുക്ക് മറ്റൊരു എക്സ്പെരിമെന്റിലേക്ക് പോയാലോ? ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ബാറ്ററി തന്നെയാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മോട്ടർ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ടോയ് ക്ലാസ്സിലൊക്കെ ഉണ്ടാവും ഇങ്ങനത്തെ മോട്ടർ. അപ്പോൾ ഈ മോട്ടറും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഈ മോട്ടറിൽ ഇതുപോലെയുള്ള ഒരു ഫാൻ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇതുപോലുള്ള നമുക്ക് ഉണ്ടാവും വീട്ടിലൊക്കെ, അധികം വീട്ടിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലുള്ളൊരു ഫാനും ഞാൻ ഇതിൽ ഘടിപ്പിക്കുകയാണ്. ഇത് ഘടിപ്പിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ബാറ്ററിയുടെ വയറും മോട്ടറിന്റെ വയറുമായിട്ട് നമുക്ക് ഘടിപ്പിക്കാം. അപ്പോൾ നമുക്ക് ഘടിപ്പിച്ചു നോക്കാം. ആദ്യം നമ്മൾ ഇത് ഘടിപ്പിച്ചു. ഇനി നമുക്ക് ഈ ബ്ലാക്ക് വയർ ഘടിപ്പിക്കാം. നമ്മൾ ചെയ്ത ഈ പരീക്ഷണത്തിൽ ബാറ്ററിയിൽ നിന്ന് വന്ന വൈദ്യുതോർജ്ജം മോട്ടറിലെത്തിയപ്പോൾ അത് യാന്ത്രികോർജ്ജമായി മാറി. ഇങ്ങനെയുള്ള ഒരുപാട് ഉപകരണങ്ങൾ നമ്മൾ നിത്യേന കടന്നു പോകുന്നുണ്ട്. ഉദാഹരണത്തിന് ഫാനിലുള്ളത് ഫാൻ കറങ്ങുമ്പോൾ ഉണ്ടാകുന്നത് യാന്ത്രികോർജ്ജമാണ്. മിക്സിയിലും കറങ്ങുമ്പോൾ ഉണ്ടാകുന്നത് യാന്ത്രികോർജ്ജമാണ്. നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ടയർ കറങ്ങുന്നത് ഉണ്ടാകുന്നത് യാന്ത്രികോർജ്ജമാണ്. ഇങ്ങനെ നമ്മൾ നിത്യേന ഒരുപാട് വസ്തുക്കളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ താഴത്തെ കമന്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. എന്നാൽ മാത്രമേ അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ചുകൂടി